ഹലോ, ഇന്നൊരു വ്ളോഗായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോയല്ലേ. ഈ ഒരു വീഡിയോയിലില്ലേ ഞാൻ ഒരു കറി കൊണ്ട് തന്നെ 2 കറി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ കണ്ണൂർക്കാർ പത്തലിൻ്റെ പൊടിയും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ എണീച്ച് ആദ്യം തന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഈ പുളിദോശയില്ലേ അതാട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചട്നിയും. അതുകൊണ്ട് മാവൊക്കെ ഫ്രിഡ്ജിലുണ്ട്, അതൊക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ദിവസത്തിന് ശേഷം കേട്ടോ വീട്ടിൽ ബീഫ് വാങ്ങുന്നത്. നമ്മൾ വീട്ടിൽ ബീഫ് ഒരു കാക്കയായിരുന്നു കൊണ്ട് തിരുത്തുണ്ടായത്. ആളെ ഇപ്പോൾ കൊണ്ടുവരാറില്ല, അതുകൊണ്ട് തന്നെ ബീഫ് കിട്ടാനുമില്ല. അല്ലെങ്കിൽ പിന്നെ ഞാനോ അനിയനോ ആരെങ്കിലുമായിട്ട് പോയിട്ട് വാങ്ങിക്കൊണ്ടിരുത്താം. പക്ഷേ ഇപ്പം അതും അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ ഇതാ ബീഫ് കിട്ടി അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കലാട്ടോ. അങ്ങനല്ല നമ്മൾ അനിയന് ഫുഡ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് വേഗം ഉച്ചയ്ക്കുള്ള ലഞ്ചും കൂടി വേഗം റെഡിയാക്കണം. അതൊന്ന് റെഡിയാക്കാനുള്ള പരിപാടി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ബീഫ് തന്നെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം 1 കിലോന്, ഏകദേശം അല്ല, ഇത് 1 കിലോ ബീഫുണ്ട് കേട്ടോ. പിന്നെ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകല്ലേ. അങ്ങനെ ഇതാ ബീഫൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകണം. അതിൻ്റെ അടുക്ക് നമ്മൾ സയാൻകുട്ടനും നെസുക്കുട്ടിയൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആളിപ്പോൾ രാവിലെ എണീക്കും. ആളിന്ന് നല്ല മൂടായതുകൊണ്ട് അനങ്ങാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടുക്ക് ആൾക്ക് വേഗം വേണ്ട ചായയൊക്കെ ഞാൻ ഉണ്ടാക്കല കേട്ടോ. നല്ല ഇത് തണിയുമ്പോൾ ആളെ ടൈമും ആവും. പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഈ ഇഡ്ഡലിയില്ലേ അതിനുള്ള മാവിനെ ഇങ്ങനെ കൂടുതൽ അരച്ച് വെക്കലാട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ളത് ഇതേപോലെ എടുത്ത് അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെക്കലാട്ടോ. എനിക്ക് ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കലാട്ടോ. ഞാനിവിടെ 2 ഉള്ളിയാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഉള്ളിക്ക് 2 തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കലാട്ടോ. നമുക്ക് ഈ ബീഫ് കറി ഉണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കറീനെ കൊണ്ട് തന്നെ 2 കറി ഉണ്ടാക്കുന്നത്. അത് ഈ ഒരു കറി വെച്ചിട്ടാട്ടോ. അനിതാ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി കിട്ടുന്നത് കൂടുതൽ വാടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുക്കറിലല്ലേ നമ്മൾ വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നല്ലപോലെ ചതച്ചതാട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന ടൈം തന്നെ ഇതിലേക്ക് 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 കിലോ ബീഫാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ മുളക് പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. മല്ലി, മുളക്, മഞ്ഞൾ ഒക്കെ മിക്സ് ആയിട്ടുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലും വെക്കും, ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ വേവിച്ചെടുക്കാം. അങ്ങനെയല്ല, ലോ ഫ്ലെയിമിലും കൂടി വെച്ച് വേവിച്ചെടുക്കുന്ന ടൈമില്ലേ അതിനും വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ ഇതാ നമ്മളെ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഞാൻ വേഗം കുക്കറിൽ തന്നെ വേഗം നെയ്ച്ചോറ് റെഡിയാക്കല കേട്ടോ. നല്ല ഞാൻ കൂടുതൽ ഫുഡ് ഉണ്ടാക്കൽ കുറവാണ് ഉച്ചക്ക്. അങ്ങനെയല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അന്നേരം അനിയന് വേണ്ടത് മാത്രം ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ സയാൻകുട്ടിന് നല്ല ഇഷ്ടമായി നെയ്ച്ചോറ്. ആ നെയ്ച്ചോറൊക്കെ റെഡിയാക്കാൻ വെച്ച ടൈം കൊണ്ട് നമ്മൾ സയാൻകുട്ടിന് വേഗം ചായയൊക്കെ കൊടുത്ത് ഒരു പരിവായി. നമ്മൾ നെസും ഉണ്ട് കേട്ടോ സൈഡിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന. ഇത് ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ എടുത്ത വീഡിയോ കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത്. അങ്ങനെ ഇതാ നമ്മൾ നെയ്ച്ചോറിനുള്ളതൊക്കെ സെറ്റായി. കുക്കറിൽ നെയ്ച്ചോറാക്കുമില്ലേ ആകെ 1 വിസിൽ ആയാൽ തന്നെ സംഭവം സെറ്റാവും. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കേട്ടോ കുക്കറിൽ വെക്കുന്ന ടൈം. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ ചമ്മന്തിയും ഞാനെല്ലാം പുളിദോശ ഉണ്ടാക്കുന്നതാണല്ലേ അതിനുള്ള ചമ്മന്തി റെഡിയാക്കുന്നുണ്ട്. അതൊന്ന് കാച്ച് മാറ്റി വെക്കല കേട്ടോ. ഈ ചമ്മന്തി ആക്കുന്ന ടൈമിൽ നിങ്ങൾ കുറച്ച് കാഷ്യും കൂടി ഇട്ട് നോക്കിയൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റും അതിന് വേറെ തന്നെ ഒരു നല്ല മൊയ്പ്പും ടേസ്റ്റും ഒക്കെ കേട്ടോ. ഒന്ന് അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ കുറേ മുമ്പ് ഞാൻ ഈ ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിന്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഇതാ നമ്മൾ ദോശ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ദോശയുടെ മേലില്ല കുറച്ച് ഗീയും കൂടി ഒഴിച്ച്
കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. പക്ഷെ നമ്മളെ നെസൂന് ആക്കി ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇതാ ദോശ റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബീഫ് കറിയും നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ റൂമിലൊക്കെയുള്ള ബെഡ്ഷീറ്റ് മാറ്റുന്ന ദിവസം കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റില്ല കേട്ടോ. ഈ റൂമിൽ ശരിക്കും പറഞ്ഞാൽ ആരും കിടക്കലൊന്നുമില്ല. ഇവിടെ എല്ലാവരും ടി വി കാണാൻ മാത്രം കേട്ടോ ഇരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉമ്മാൻ്റെ റൂമാട്ടോ. അങ്ങനത്തെ ആ ബെഡ്ഷീറ്റൊക്കെ നല്ല ഇലിപ്പിരിച്ച് പിന്നെ എൻ്റെ കൂടെ നമ്മൾ സയാൻകുട്ടനും കൂടി ഇട്ടേട്ടാ. ആൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി കഴിഞ്ഞാൽ ഞാനും സയാനും മാത്രമേ കേട്ടോ വീട്ടിലുണ്ടാവുക. അങ്ങനെ ഇതാ നമ്മളെ റൂം സെറ്റായി കണ്ട ആളെ പരിപാടി. അങ്ങനെ ഇതാ അടിച്ചു വാരി പിന്നെ തുടക്കേണ്ട പരിപാടി കേട്ടോ. ഇതിൻ്റെ കൂടി ഉണ്ടാവും, ഞാൻ തുടക്കുന്നതിൻ്റെ മേലേ കൂടി ഉണ്ടാവും, ആളും കൂടി ഉണ്ടാവും കേട്ടോ. ഞാൻ ആളോട് പറയും ഒരു സൈഡിലിരിക്കാൻ. ഉറങ്ങിയിട്ട് ഈ പരിപാടി ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ചില ടൈം ആൾ ഉറങ്ങുകയും ചെയ്യൂല. അതുകൊണ്ട് ആളെ നോക്കിയെന്നാൽ ശരിയായും ചെയ്യില്ല. പിന്നെ സ്കൂളില്ലാത്ത ദിവസം തുടച്ച് കിട്ടുകയാണെങ്കിൽ ആ നീറ്റ് അതേപോലെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ആളുണ്ടാവും എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ബാക്കിൽ ആക്കില്ലേ. ചില ടൈമില്ലേ പാൻറ് ഇടാൻ തീരെ ഇഷ്ടമില്ല. അത് എത്ര പറഞ്ഞാലും ചേഞ്ച് ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഇതാ പാൻറ്റൊക്കെ കഴിച്ച് മാറ്റിയിട്ട് നടക്കില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ പത്തലിൻ്റെ പൊടി പൊടിക്കാനുള്ള പരിപാടി കേട്ടോ. പൊടി കഴിഞ്ഞിട്ടുണ്ടായിന്. അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ഇനി അത് എടുത്തു വെക്കല. ഞാനിവിടെ 4 ഗ്ലാസ് പുഴുങ്ങലരിയില്ലേ ചോറക്കുന്ന അരി, ഞാൻ നൂർജഹാനാട്ടോ എടുക്കൽ. അത് 4 ഗ്ലാസ്സിന് 1 ഗ്ലാസ് പച്ചരി അങ്ങനെയാട്ടോ ഞാൻ എടുക്കാറ്. ഇനി അതൊക്കെ ഒന്ന് എടുക്കുക. ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഈ ചോറക്കുന്ന അരിയാട്ടോ എടുത്തിട്ട് കഴുകാനിട്ടിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി, നല്ല കച്ചറുണ്ടാവും ഈ അരിയിലൊക്കെ, അത് നല്ല കഴുകി ഉണക്കാനിടും കേട്ടോ. ഞാൻ നമ്മളെ കിച്ചണിൽ തന്നെ ടേബിളിൻ്റെ മേലാട്ടോ, വെയിലത്തൊന്നും ഇട്ടിട്ട് അങ്ങനെ ഉണക്കലൊന്നുമില്ല. ജസ്റ്റ് കിച്ചണിൻ്റെ ടേബിളിൽ തന്നെ വെച്ചു, അവിടെ തന്നെ ഫാനോ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഉണക്കാൻ വെക്കല കേട്ടോ. പിന്നെ നമ്മൾ ഈ പത്തലിൻ്റെ പൊടിയിൽ വറക്കേണ്ടെന്ന് ആവശ്യമില്ല കേട്ടോ. എത്ര വേണമെങ്കിലും ഒന്ന് കേടുകൂടാണ്ട് നിൽക്കുകയും ചെയ്യട്ടോ. അങ്ങനെ ഇതാ അരിയൊക്കെ ഞാൻ കഴുകി ഇട്ടിട്ടുണ്ട്. ഇനി പച്ചരിയും കൂടി കഴുകാനുണ്ട് കേട്ടോ. അതും ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇടും. ചില ടൈം ഞാൻ എല്ലാം മിക്സ് ആക്കിയിട്ട് തന്നെ എടുക്കും. ചില ടൈം അങ്ങനെയല്ല. സയാൻകുട്ടൻ്റെ ഇടയ്ക്ക് ഈ അരി എടുക്കലില്ല, വല്ലാത്തൊരു ടാസ്ക്കാണ്. ആൾക്ക് ഭയങ്കര വീക്ക്നെസ് ആട്ടോ ഈ അരി എന്നുള്ളത്. ചില ടൈം ആൾ സ്റ്റോർ റൂമിൽ പോയിട്ടില്ലേ ഇല്ലതെല്ലാം വലിച്ച് വാരിയിട്ട്. ഇനി തന്നെ പച്ചരിയും കൂടി എടുക്കല കേട്ടോ. കണ്ട ആളെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്ര ഹൈറ്റിൽ ബക്കറ്റൊക്കെ കൊണ്ടുവച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ പച്ചരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ 16 ഗ്ലാസ്സിലെ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 ഗ്ലാസ് പച്ചരിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി കഴുകിയിട്ട് അതും കൂടി ഈ പുഴുങ്ങലരീൻ്റെ മുകളിലിട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണങ്ങാനിടല്ലോ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് സയാൻകുട്ടനുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്ന ആളതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അരിയൊക്കെ ആളെ വയറ്റിലൊക്കെ എത്തിയിട്ടുണ്ടായിന്. അല്ല, തലേന്ന് നമ്മൾ പിറ്റേന്ന് ചെയ്യുന്ന കാര്യങ്ങളില്ലേ ഒരു പ്ലാനോട് കൂടി ചെയ്യുകയാണെങ്കിലില്ലേ നമ്മളെ പണികളൊക്കെ വേഗം തീരും. അല്ലാണ്ടാണെങ്കിലില്ലേ എത്ര ശ്രമിച്ചാലും ആ ദിവസത്തെ പണി തീരൂല. എൻ്റെ ചില ദിവസങ്ങൾ അങ്ങനെ ആവലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ അധികം അതുകൊണ്ട് തന്നെ ഒരു പ്ലാനിങ്ങോട് കൂടി കേട്ടോ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യാനും നോക്കാറ്. പക്ഷെ എത്ര പ്ലാനിങ് ആണെങ്കിൽ ചില കാര്യത്തിൽ മാറ്റം വരും. എന്നാലും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയല്ല, ഈ അരിപ്പൊടിക്ക് പിന്നത്തേക്ക് അത് മാറ്റി വെക്കാൻ നിന്നാൽ അത് അവിടെ കിടക്കുകയേ ചെയ്യും. അതേപോലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ തലേന്നേ പ്ലാൻ ചെയ്താൽ നമുക്ക് രാവിലെ എണീച്ചെന്നാൽ ഈ ഒരു കാര്യത്തിലുള്ള ടെൻഷനില്ലേ, ഈ നല്ല തലേന്ന് ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് രാവിലെ എണീക്കുകയാണെങ്കിലേ ആ ദിവസം വല്ലാത്ത എണീറ്റാൽ തന്നെ ഒരു തലവേദനയാണ്. എന്തുണ്ടാക്കും എന്നില്ല. പക്ഷെ തലേന്ന് അതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് എന്താന്ന് ദോശയാണെങ്കിൽ അതിൻ്റെ അരിയൊക്കെ പൊതിർത്തിയിട്ടൊക്കെ സെറ്റാക്കിയിട്ടാണെങ്കിൽ രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അങ്ങനെ ഇതാ നമ്മൾ അരിയിൽ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ.
അങ്ങനല്ല, അതിൻ്റെ ഒരു നനവൊക്കെ പോയി കിട്ടിയാൽ മതി. പിന്നെ ഈ അരി കൂടുതൽ പുതിർത്തി വെക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് പൊടിക്കാൻ കൊണ്ട് പോകേണ്ട പരിപാടി കേട്ടോ. ഇതാ ഞാനിത് കവറിലിട്ടിട്ടാണ് ചില ടൈം ബക്കറ്റിൽ തന്നെ ഇട്ടിട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇതേപോലെ കവറിലിട്ടിട്ട് കൊണ്ടുപോകട്ടെ. അല്ല, നമ്മൾ അനിയനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പരിപാടി എനിക്ക് തന്നെ ആയത്. ഞാൻ ഇത് പൊടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ നഴ്സൊക്കെ സ്കൂളും വിട്ട് വന്നിട്ടാട്ടോ. അങ്ങനല്ല, അല്ലാണ്ട് പിന്നെ സയാൻകുട്ടനെയും കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ നടക്കേ ചെയ്യൂല. അങ്ങനെ ഇതാ അരിയൊക്കെ പാക്ക് ചെയ്ത് ഇതിൻ്റെ അടുത്ത് നമ്മൾ നഴ്സുവിന് വേണ്ടിയിട്ടുള്ള ചായയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിനേട്ടാ. ഇനി ഇതെടുത്ത് നേരെ പൊടിക്കുന്ന മില്ലിലേക്ക് എത്താം. അങ്ങനെ ഇതാ പൊടിക്കുന്ന മില്ലിലേക്ക് എത്തി ഇതൊന്ന് പൊടിച്ച് കിട്ടിയിട്ട് നേരെ വീട്ടിലേക്ക്. എനിക്ക് ഈ അരി ഇത്ര അരിയില്ലേ പൊടിക്കാൻ വേണ്ടിയിട്ട് പാകമായിട്ടുണ്ടായിരുന്നു 110 രൂപ കേട്ടോ. അങ്ങനെ അതൊക്കെ പൊടിച്ച് ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. സംഭവം ഇതാ നല്ല നൈസ് പൊടി കേട്ടോ. നിങ്ങളിത് കുറച്ച് പൊടിയോ പൊടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയെന്നറിയോ, ഈ അരക്കുന്ന ടൈമില്ലേ, അങ്ങനെയല്ല നമ്മൾ പത്തലെല്ലാം ഉണ്ടാക്കൂലേ, ആ ടൈം നേരത്തെ ഇപ്പോൾ വൈകുന്നേരം പത്തല ഉണ്ടാക്കുന്ന അതേ പ്ലാനിങ് ആണെങ്കിൽ രാവിലെ ഇല്ലേ കുറച്ച് ചുറക്കുന്ന അരിയില്ലേ പുതിർത്ത് വെച്ചിട്ട് അത് മിക്സിയിൽ അരച്ച് കൂട്ടി ചെയ്താൽ മതി. അതും ചൂട് വെള്ളത്തിൽ കേട്ടോ. പിന്നെ ഇതാ രാത്രിത്തേക്ക് ഞാനൊരു അപ്പം ഉണ്ടാക്കലാട്ടോ. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ പച്ചരിയും അതിലേക്ക് തേങ്ങയും വലിയ ജീരകമില്ല കഷ്ണം ഉള്ളിയോട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പച്ചരി നേരത്തെ ഞാൻ പുതിർത്ത് വെച്ചിട്ടുണ്ടായിന്, അത് ഇതേപോലെ നല്ലപോലെ അടിച്ച് അതിലേക്ക് നമ്മൾ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിൽ അവർ ചെയ്യലുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഈ ഒരു പത്തെണ്ണ പൊടി ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നത്. അവരുടെ പൊടി വേറെ കേട്ടോ. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഏത് പൊടീനെ കൊണ്ടാണ് നിങ്ങൾ ഈ അടയൊക്കെ ചൂടാ, അതിലേക്ക് ഇതേപോലെ കുറച്ച് പച്ചരിയും തേങ്ങയും ജീരകവും ഒക്കെ ഇട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഒരു സംഭവമില്ല, നല്ല ടേസ്റ്റ് വെറൈറ്റി ആട്ടോ. ഇനി ഇതാ ആയ അരി മാവിലെ ഞാൻ ഇതേപോലെ പരത്തിയിട്ട് കേട്ടോ വേവിച്ചെടുക്കലാട്ടോ. ആവിയിൽ വേവിച്ചെടുക്കലാട്ടോ ഇത്. അങ്ങനല്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞപ്പം അണപ്പത്തലില്ലേ അതേപോലെ പരത്തിയിട്ട് വെക്കാം കേട്ടോ. പക്ഷേ ഇതാകുമ്പോൾ വേഗം സിമ്പിളായിട്ട് പരിപാടി നടക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിലാട്ടോ ചെയ്യൽ. എനിക്കില്ല എൻ്റെ ഉപ്പാൻ്റെ വീട് വരുന്നതില്ലേ വയനാട്, അവിടുത്തെ ഫുഡൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം. അവർ ബീഫ് വരട്ടിയതും അതൊക്കെ. ഇതാ ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബീഫ് കറീനെ കൊണ്ട് ഞാൻ വേറൊരു കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് വരട്ടിയതാണ്. ഞാനിതാ രാവിലെ വെച്ച ബീഫ് കറി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൂടുതൽ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് കളറിന് വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ആദ്യം കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടില്ല, അന്നേരം പിന്നെ നേഴ്സ് വന്നിട്ട് കുറച്ച് കളറും കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ ഞാൻ പിന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. നിങ്ങളെന്തായാലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടോ. ഞാനിടയ്ക്ക് ഇതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കലുണ്ട് കേട്ടോ. നല്ല ഇവിടെ എൻ്റെ അനിയന്മാർക്കില്ല ഇങ്ങനത്തെ വരട്ടിനോടൊക്കെ വേറെ തന്നെ ഇഷ്ടം. അനിയന്മാർക്ക് മാത്രമല്ല എനിക്കും. പക്ഷേ നമ്മളെ നെസുവിന് അത്ര ഇഷ്ടം കുറവാണ്. ആക്കി അത്ര എരിവിനോടൊന്നും അത്ര താല്പര്യമില്ല. അങ്ങനെയല്ല, എരിവ് ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ എരിവ് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിലേക്ക് പിന്നീട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ടെന്ന്. അതും കൂടിയിട്ട് ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈം ഞാൻ ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറ്റി വരണം. നിങ്ങൾക്ക് എത്രത്തോളം വറ്റി വരണോ അതേപോലെ വറ്റിച്ചെടുക്കട്ടോ. ഇതാണ്ട ഇതേപോലെ ഞാൻ ഇത്ര വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ സംഭവം സെറ്റായേ. ഇങ്ങനെ ഇതുവരെ നിങ്ങൾ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലേ വരട്ട് ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കട്ടോ. സംഭവം നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി, വലിയ കറിവേപ്പിലായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള നമ്മളപ്പവും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തണിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ വേഗം എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കത്രിക എടുത്തിട്ടാട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് വിട്ടുവേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് വേണമെങ്കിൽ പരത്തിയൊക്കെ എടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങേൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയും അതിലേക്ക് വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഇട്ട് ഒഴിച്ചെടുത്ത് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു ചെറിയ ഉള്ളിയില്ലേ അത് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേറെ തന്നെ കേട്ടോ അപ്പം വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനത് ഇട്ട് കൊടുക്കുന്നില്ലേ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ അരപ്പില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ അപ്പം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരുമില്ലേ അപ്പത്തിലേക്കും കൂടി അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഇതാ ഇവിടെ ഇത് വേറെ പാട്ടൊക്കെ വെച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ആട്ടോ. നമ്മൾ സയ്യാന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പാട്ട്. പക്ഷേ ബ്ലൂടൂത്തിൻ്റെ അടുത്തേക്ക് മാത്രം ആൾ പോകില്ല കേട്ടോ. ആൾക്കത് ഭയങ്കര പേടിയാണ്. ആൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ടില്ലേ എടുത്തു വന്ന് നോക്കിയതാ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ ഇതാ നമ്മളിത് നല്ലപോലെ വറ്റി വരുന്നുണ്ട് കേട്ടോ. സംഭവം നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സംഭവം നല്ല ടേസ്റ്റ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഇതാ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ ഈ അപ്പം ഇതിൻ്റെ സൈഡിൽ ഈ ബീഫ് വരട്ടിയതും ഇട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കണം. എൻ്റെ പൊന്നെ ഇതിപ്പോൾ പറയുമില്ല, എൻ്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. അത്രക്കും ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അങ്ങനെയല്ല സംഭവം എളുപ്പമല്ലേ. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കലാട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ദിവസമുള്ള നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകല്ല കേട്ടോ. അങ്ങനെതാ നമ്മൾ സയ്യാൻകുട്ടനും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ആർക്കും നല്ലപോലെ ഇഷ്ടമാണ്. ഒന്ന് എരിവും കൂടി ഇല്ലല്ലോ. ഓക്കെ എന്നാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നേ വരാം. ബൈ ബൈ.